പക്ഷെ സാംസ്കാരികമായി നിങ്ങളുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ മുസ്ലിങ്ങൾ എങ്ങനെയാണ് അവിടെയുള്ള ന്യൂനപക്ഷങ്ങളോട് പെരുമാറുന്നത്? പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ എങ്ങനെയാണ് അവിടെയുള്ള ന്യൂനപക്ഷങ്ങളോട് പെരുമാറുന്നത്? ബംഗ്ലാദേശിലെ മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ ആഫ്രിക്കയിലുള്ള മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ, അവിടെ പിന്നെ ന്യൂനപക്ഷങ്ങളെന്ന് പറയാനല്ല, മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ പിന്നെയും ഉണ്ട് ന്യൂനപക്ഷങ്ങളൊക്കെ. സൗദി അറേബ്യയിലൊക്കെ പിന്നെ ഇല്ലാത്ത സ്ഥിതിയാണ്. പേരിന് എന്തെങ്കിലും ഉണ്ടെങ്കിലായി. പിന്നെ ജോലിക്ക് വേണ്ടി പോയിരിക്കുന്ന അന്യമതസ്ഥരോടൊക്കെ അവരെങ്ങനെയാണ് ഇടപെടുന്നത്? ഈ ചിന്താഗതിയാണത്, ഈ ഗോത്രവർഗ ചിന്താഗതിയാണത് അതിൻ്റെ കാരണം. ഈ ഗോത്രവർഗ ചിന്താഗതിയാണ്, പ്രമാണം അങ്ങനെയാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ മുസ്ലിങ്ങളൊക്കെ ചെയ്യുന്നതും. ഒരു ഇതുമില്ലാതെ മുസ്ലിങ്ങൾ ഈ ചെയ്യുന്നതെല്ലാം ഈ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലെങ്കിൽ ആർക്ക് പറ്റും? ഒരുത്തൻ പരസ്യമായിട്ട് ഒരാളുടെ തല അറുത്തിരിക്കുന്നു, അവനെങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഒരുത്തൻ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് തുപ്പുന്നു, ഒരുത്തനല്ല കുറേ പേര് അത് ചെയ്യുന്നു, അത് തുപ്പുന്നു, അതിനെ ന്യായീകരിക്കുന്നത് പൊടി ഒതുക്കി കളയുന്നതാണ്.